ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 27, 2024 നമ്മുടെ ചെസ്സ് ഫൈനൽ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയുടെ ഡി ഗുകേഷും നിലവിലുള്ള ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ന് മൂന്നാമത്തെ മത്സരമായിരുന്നു. സിംഗപ്പൂരിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ മത്സരത്തിൽ വെള്ളക്കരിക്കളുമായി കളിച്ച ഡി ഗുകേഷിന് അതിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ പറ്റാതെ ചൈനീസ് താരത്തോട് തോൽവി വഴങ്ങേണ്ടി വന്നു. രണ്ടാമത്തെ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇന്ന് മൂന്നാമത്തെ മത്സരമായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഈ ഗുകേഷ് ജയിച്ചു. 37ാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം തോൽവി സമ്മതിച്ചു. ഇപ്പോൾ രണ്ടുപേർക്കും 1.5 പോയിൻ്റ് വീതം ആണുള്ളത്. ഇനി ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ഗുകേഷിനായിരുന്നു വെള്ളക്കരുക്കൾ. നമുക്കറിയാം, അപ്പോൾ ഗുകേഷ് നീക്കിയത് E4 ആണ്. അത് കിങ്ങിന് മുമ്പിലുള്ള, രാജാവിന് മുമ്പിലുള്ള കാലാളിനെ 2 കോളം മുമ്പോട്ട് നീക്കി. അതിന് മറുപടിയായി ചൈനീസ് താരം നീക്കിയത് E6 ആയിരുന്നു. ഒറ്റ കോളം മാത്രം നീക്കി. ശരിക്കും ആ നീക്കം എല്ലാ ചെസ് പണ്ഡിതരെയും അത്ഭുതപ്പെടുത്തിയൊരു നീക്കമായിരുന്നു. അത് നമുക്കറിയാം, ഫ്രഞ്ച് ഡിഫൻസ് എന്നാണ് പറയുക. അതിനുശേഷം ABC കോളത്തിലൂടെ ക്യൂനിനെയും നൈറ്റുകളെയും കുതിരകളെയും ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുകയാണ് ചൈനീസ് താരം ചെയ്തത്. അവസാനം സമ്മർദ്ദത്തിനടിപ്പെട്ട് ഗുകേഷ് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇന്നലെ രണ്ടാമത്തെ മത്സരത്തിൽ നമുക്കറിയാം, അന്നത്തെ ഈ ഇതിനൊന്നും ഗുകേഷ് അവസരം കൊടുത്തില്ല. ആദ്യ മത്സരത്തിൽ പറ്റിയ പാളിച്ചകൾക്കൊന്നും ഗുകേഷ് അവസരം കൊടുത്തില്ല. ആദ്യം തന്നെ സമനിലയ്ക്ക് ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയത്. ചൈനീസ് താരം ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗുകേഷ് ഇന്നലെ നമ്മുടെ C കോളത്തിൽ ഒരു ട്രാഫിക് ജാം പോലെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. 2 പോണിനെ അവിടെ ഇരട്ടിപ്പിച്ച് നിർത്തി. രണ്ടുപേരുടെയും ഈ 2 പോണുകളും കാലാളുകളും 2 കുതിരകളൊക്കെ C കോളത്തിലുണ്ടായിരുന്നു. അതോടെ പിന്നെ ആ വഴിക്ക് ഒരു കൃത്യമായ ആക്രമണം നടത്താൻ പറ്റാതെ വരും. രണ്ടുപേർക്കും മുൻതൂക്കം ഉണ്ടായിരുന്നു. അങ്ങനെ സമനിലയിൽ അവസാനിക്കുകയാണ് ആ മത്സരം ചെയ്തത്. ഇന്ന് ഗുകേഷ് നീക്കിയത് D4 ആയിരുന്നു. അതായത് ക്യൂനിന് മുമ്പിലുള്ള 2 പോണിന് മുമ്പിലുള്ള പോണിനെ 2 കോളം മുമ്പോട്ട് നീക്കി. അതിന് മറുപടിയായി ചൈനീസ് താരം ചെയ്തത് നൈറ്റിനെയാണ് നീക്കിയത്. കുതിര എടുത്ത് NF6 വെച്ചു. തുടർന്ന് ഗുകേഷും ഈ സൈഡിലെ നൈറ്റിനെ എടുത്ത് NF3 വെച്ചു. പിന്നെ ഒരാൾ D5 വെച്ചു. മൂന്നാമത് നീക്കിയത് ഗുകേഷ് C4 ആയിരുന്നു. അപ്പോൾ ചൈനീസ് താരം മൂന്നാമത്തെ നീക്കത്തിൽ E6 വെച്ചു. അതായത് ഒന്നാമത്തെ മത്സരത്തിൽ നീക്കിയ ഒരു നീക്കം E6. പക്ഷേ ഇപ്രാവശ്യം ഗുകേഷ് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമൊന്നും കൊടുത്തില്ല. ആ കരിക്കളെ വെട്ടിയെടുത്ത് അവിടെയുള്ള കോളൊക്കെ ഫ്രീ ആക്കി. 8ാമത്തെ നീക്കത്തിൽ 2 ക്യൂനും നേർക്ക് നേരെ വന്നു. നമുക്കറിയാം, ആദ്യത്തെ മത്സരത്തിൽ ഗുകേഷ് അങ്ങനെ വന്നപ്പോൾ ക്യൂവിനെ പിൻവലിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ മുൻതൂക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം അതിന് മുതിർന്നില്ല. വേറെ കരിക്കളെ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഏതായാലും 9ാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം ക്യൂവിനെ പരസ്പരം വെട്ടി. ക്യൂവിനെ മറ്റു കൊടുത്തു കണ്ട്. ഏതായാലും അപ്പോൾ ആ കോളത്തിൽ ഒരു പോണ് ഇരട്ടിച്ചെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ എങ്കിലും ഒരു 20ാമത്തെ നീക്കമായപ്പോഴേക്കും ചൈനീസ് താരം ഒരു ബിഷപ്പിനെ കൊടുത്ത് 3 കാലാളുകളെ സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് നമുക്കറിയാം, സമ്മർദ്ദം ചൈനീസ് താരത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 35 നീക്കമായപ്പോഴേക്കും സെക്കൻഡിലൊരു നീക്കം എന്ന നിലയിൽ നടത്തേണ്ട ഒരു ഘട്ടം എത്തിയിരുന്നു. തുടർന്ന് 37ാമത്തെ നീക്കത്തിൽ അദ്ദേഹം
തോൽവി സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ രണ്ടുപേർക്ക് 1.5 പോയിൻ്റ് വീതമായി. നാളത്തെ 4ാമത്തെ മത്സരത്തിൽ ചൈനീസ് താരത്തിനായിരിക്കും വെള്ളക്കരുക്കൾ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.